കട്ടപ്പന നഗരത്തിലെ അനധികൃത നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ നഗരസഭാ കൌൺസിലർ ബേബി കുര്യനെ നഗരസഭാ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസഫം വിളിച്ചതായി പരാതി. സംഭവത്തിൽ LDF കൌൺസിലർമാർ നഗരസഭാ ഓഫീസിൽ പ്രതിഷേധിച്ചു. അടിയന്തര കൌൺസിൽ യോഗം ചേരണമെന്നും ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ അധ്യക്ഷൻ, സെക്രട്ടറി എന്നിവർക്ക് LDF കൌൺസിലർമാർ പരാതി നൽകി. കട്ടപ്പനയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണത്തിനെതിരെ പരാതി നൽകിയ നഗരസഭാ കൗൺസിലർ ബേബി കുര്യനെ നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അസഫെ പറഞ്ഞുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ബേബി കുര്യന്റെ വാർഡിൽ അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടത്തിനെതിരെയാണ് ബേബി കുര്യൻ പരാതി നൽകിയത്. ബേബി കുര്യന്റെ പിതാവിനെ ചേർത്ത് എഞ്ചിനീയർ അസഫയും പറയുകയായിരുന്നു. തന്റെ പദവിക്ക് ചേരാത്ത വിധമാണ് പ്രവർത്തിച്ചത്. ജനപ്രതിനിധിയുടെ അധികാരം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് മുഹമ്മദ് അഫ്സൽ എന്ന ഉദ്യോഗസ്ഥൻ പെരുമാറിയതെന്ന് CPM നേതാവും കൗൺസിലറുമായ VR സജി പറഞ്ഞു. ബേബിയുടെ പിതാവിനെ കൂട്ടി തെറി പറയുകയും അദ്ദേഹത്തെ അടിക്കാനും കയ്യേറ്റം ചെയ്യാനും ചെയ്യുകയും അദ്ദേഹത്തോട് വളരെ മോശമായ നിലയിൽ പ്രതികരിക്കുന്ന സ്ഥിതിയാണ് ശ്രീ മുഹമ്മദ് അജ്മൽ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പദവിക്ക് ചേരാത്ത ഒരു കാര്യമാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള അധികാരം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ഈ കാര്യം ചെയ്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ അദ്ദേഹത്തെ നിയമപരമായ നടപടിക്ക് വേണ്ടി പോലീസിൽ പരാതി കൊടുക്കാനും അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറിക്കും അതുപോലെ തന്നെ ചെയർമാനും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ അന്വേഷണം നടത്തി ഈ കാര്യത്തിലുള്ള കൃത്യമായ ഒരു മറുപടി ഈ ജനപ്രതിനിധിക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതോടെ ബിൽഡിംഗുകൾ നിർമ്മിക്കാൻ കൈക്കൂലി വാങ്ങുന്നുവെന്ന് ആക്ഷേപം നിലനിൽക്കുന്നത് അറിഞ്ഞിട്ടും പരാതിയുമായി ചെന്നപ്പോഴാണ് തനിക്കും ഈ ദുരനുഭവം ഉണ്ടായതെന്ന് ബേബി കുര്യൻ പറഞ്ഞു. കട്ടപ്പന മുനിസിപ്പാലിറ്റി വന്ന അന്ന് കാണുന്നിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ മുഴുവൻ വിറ്റ് പണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇദ്ദേഹം വന്നേ പിന്നെയാണ് ഏറ്റവും കൂടുതൽ ബോംബെ പട്ടണത്തിന്റെ നൽകുന്ന ബിൽഡിങ്ങിന് പണിയുന്ന പോലെയാണ് ഇവിടെ കട്ടപ്പനയിൽ അതുപോലെ ഇവിടെ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായി ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട്. അത് ഈ പറയുന്ന ഒറ്റയാളുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് പല ആൾക്കാർ പറഞ്ഞിട്ട് ഞാനത് വിശ്വസിച്ചില്ല. എന്നിട്ടും ഞാൻ ഈ രീതി വന്നിട്ട് ഇപ്പം എല്ലാവരും പറഞ്ഞ് അങ്ങനെയാണ്, പുള്ളിക്ക് 50,000 വേണം പുള്ളിയുടെ പുതിയ കോട്ട, അത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വയലന്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ സെക്രട്ടറി കണ്ട് ഞാൻ പറഞ്ഞു എന്ത് നിലപാടെടുത്തു എന്ന് ചോദിച്ചു. ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ എന്ത് നിലപാടെന്ന് പുള്ളി പറഞ്ഞു ഞാനല്ല സെക്രട്ടറിയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. സെക്രട്ടറി എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സാർ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇവിടെ ആർക്കും ഓരോ ആൾക്കാർക്കും സ്റ്റോപ്പമ്മ കൊടുക്കുകയല്ലോ അല്ലേന്ന് ചോദിച്ചു. എന്നിനും പറഞ്ഞു ഞാൻ സ്റ്റോപ്പമ്മ കൊടുക്കുന്ന കാര്യം പറഞ്ഞതേയും പുള്ളി പറഞ്ഞു അത് നീ എന്നോടല്ല പറയേണ്ടത്, എന്നെ വളരെ മ്ലേച്ഛമായ രീതിയിൽ എന്നെ അടിക്കാൻ വരികയും ആക്രോശിച്ചു കൊടുത്ത് ഒരുപാട് തെറി എന്നെ വിളിച്ചു, എൻ്റെ പിതാവിനെ വിളിച്ചു, മദറിനെ അമ്മയെ വിളിച്ചു. സംഭവത്തിൽ LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. അടിയന്തര കൗൺസിൽ യോഗം ചേരണമെന്നും ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട ചെയർപേഴ്സൺ, സെക്രട്ടറി എന്നിവർക്ക് LDF കൗൺസിലർമാർ പരാതി നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.